വിഷ്ണു, ഇന്നലെ രാത്രി ഉണ്ടാകുന്ന ഒരു സംഘർഷ സ്ഥലത്തിലേക്കാണ് ഈ ജിതിൻ വരുന്നത് അല്ലേ? അതെ അതെ അതെ, ആ സമയത്താണ് അവിടെ വരുന്നത്. അന്നേരമാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ കാറിൽ നിന്ന് വടിവാളെടുത്ത് അവിടെ പിടിച്ചു നിർത്തി കുത്തുമായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് അന്നേരം കുത്തിയ സമയത്ത് ഓടി വന്ന് തടയാൻ വേണ്ടി കഴിഞ്ഞില്ല. കുത്തി കഴിഞ്ഞ് നമ്മൾ ഓടി വന്ന് തടഞ്ഞപ്പോഴാണ് ഈ വടിവാൾ വീശിയ സമയത്താണ് കൂടെ നിന്നവർക്കെല്ലാം കയ്യിലും ദേഹത്തും എല്ലാം പരിക്കുണ്ടായി. വിഷ്ണു വടിവാൾ കാറിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞു കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ സംഘർഷം ഉണ്ടെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ മുൻകൂട്ടി സംഘർഷം ഉണ്ടാക്കാനായിരിക്കും വടിവാള്. അവിടെ നിന്ന് നിഖിലേഷ് എന്ന് പറയുന്ന ആൾ ബോധപൂർവ്വം വിളിച്ചു വരുത്തുമായിരുന്നു. അപ്പം ഈ പറയുന്ന വിഷ്ണുവിൻ്റെ പിന്നീട് മനസ്സിലായത് വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നത് ആഹാരം കഴിച്ചെടുത്തു എന്നാണ് വിഷ്ണു ഇറങ്ങിപ്പോയത് എന്നാണ്. അപ്പം നിഖിലേഷ് എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ടുമുണ്ട്. കോൾ റെക്കോർഡിൽ അതെല്ലാം ആണ്, കോളിനകത്ത് ഡീറ്റെയിലിനകത്ത് അതെല്ലാം ഉണ്ട്. നിഖിലേഷ് വിളിച്ചിട്ടാണ് വിഷ്ണു പോയത്. നിഖിലേഷ് വിളിച്ചിട്ടാണ് വിഷ്ണു പോകുന്നത് അല്ലേ? അപ്പോൾ അതിലതൊരു ഇതുണ്ട്, അതായത് ആക്രമിക്കുന്ന ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കാം ഈ വടിവാളൊക്കെ ആയിട്ട് തന്നെ ചോറ് കഴിച്ചുകൊണ്ട് നാളെ ഇറങ്ങി പോകുമ്പോൾ അല്ലേ? ഇയാൾ സ്ഥിരം ഒരു ക്രിമിനലാണ്. കാരണം ഇപ്പോൾ വടിവാളൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വടിവാളൊക്കെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അങ്ങനെ ആ രീതിയിൽ ചെയ്യും. കാരണം പൊതുപ്രവർത്തകരുടെ കയ്യിൽ വടിവാളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ഞാൻ DYFIയുടെയും CA2ൻ്റെയും എല്ലാം പ്രവർത്തനമായിട്ടും നേതൃത്വ നിരയിലും എല്ലാം പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ നമ്മളൊന്നും ഈ തരത്തിലോട്ടുള്ള ഒരു അക്രമ സംഭവത്തിൽ രീതിയിലോട്ട് പോകുന്ന ഒരാളല്ല. അപ്പം വടിവാളൊക്കെ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അത് അത്രത്തോളം ട്രെയിൻഡ് ആയിരിക്കാം. അവർ RSSൻ്റെ സജീവ പ്രവർത്തകരുമാണ്. ഇതിനു മുമ്പും ഇതുപോലെ ജിതിനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു അല്ലേ? വിഷ്ണു ഇതാരൊക്കെയായിരുന്നു? വിഷ്ണു ഉണ്ട്, നിഖിലേഷ്, ബാക്കി അവിടുത്തെ കുറച്ച് പിള്ളേരുണ്ട്, ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് പിള്ളേർ. പെരുന്നാടുകാർ തന്നെയാണോ? എല്ലാവരും പെരുന്നാട് വരാം. ഈ സംഭവം നടക്കുന്നത് എവിടെ വെച്ചായിരുന്നു? സംഭവം നടക്കുന്നത് പെരുന്നാട് കൊച്ചുപാലം ജംഗ്ഷൻ്റെ സമീപമാണ്. എത്ര മണിയോടുകയായിരുന്നു ഈ സംഘർഷം തുടങ്ങുന്നത്? ഒരു 8:45 തുടങ്ങിയത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പലരെയും. പക്ഷേ ആ സമയത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവർ മാറി നിന്നെങ്കിലും ഈ വിഷ്ണു വന്നു കഴിഞ്ഞ് ജിതിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമായി മാറിയത്. നമ്മൾ ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയപ്പോഴും ഞങ്ങളെ പിടിച്ച് മാറ്റി തെള്ളിയാണ്. അതെ, അങ്ങനെയാണ് ആ സംഭവം അവിടെ തുടങ്ങുന്നത്. വടിവാളൊന്നും കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ, അതിന് അത്രത്തോളം ഭയാനകമായുള്ളൊരു പ്രശ്നമൊന്നുമല്ലായിരുന്നു. ചെറിയ ഒരു പ്രശ്നത്തിൽ തുടങ്ങി അതൊരു വലിയ വിഷയത്തിലോട്ട് മാറ്റിയാണ് അത് പോയത്. നന്ദുവാണോ ആദ്യം ഈ തർക്കം? അനന്തുവിനോട് ഇവർ ഈ പറഞ്ഞ അഖിലേഷും നിഖിലേഷും ഈ പറഞ്ഞ ആരോപണമൊക്കെ തർക്കം ഉണ്ടാവുന്നു അല്ലേ? ആ സ്ഥലത്തേക്ക് വിഷ്ണു എത്തുന്നു, വടിവാള് എത്തുന്നു, അവിടെ എത്തിയ ജിതിനെ ആക്രമിക്കുന്നു അല്ലേ? മറ്റു പലർക്കും ഇതിൽ പരിക്കുണ്ടാവുന്നു അല്ലേ? എൻ്റെ കൈക്ക് ഒരു വടിവാൾ കൊണ്ട് പരിക്കുണ്ടായിട്ടുണ്ട്. പരിക്കേറ്റില്ലേ? നമ്മളെല്ലാം ഈ കുത്തിക്കഴിഞ്ഞ് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം പരിക്കുണ്ടാകുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ വിഷ്ണുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും പരിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഒരു വലിയൊരു ആക്രമണത്തിലോട്ട് തന്നെയാണ് പുള്ളി പോയത്. വടിവാളെടുത്ത് വീശിയതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കൂടെ നിന്നവർക്കും പരിക്കുണ്ടായിട്ടുണ്ട്. DYFIയുടെയും CA2ൻ്റെയും പ്രവർത്തകനായിരുന്നു. അതെ, DYFIയുടെ പ്രവർത്തകനായിരുന്നു. CA2ൻ്റെ ഹെഡ് ലോഡിനകത്ത് മെമ്പർഷിപ്പുള്ള പ്രവർത്തകനും കൂടായിരുന്നു.